തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ നൽകിയ പരാതിയിൽ പോലീസിനെതിരെ കെഎസ്ആർടിസി ഡ്രൈവർ യദു സത്യസന്ധമായി പോലീസ് മൊഴിയെടുപ്പ് നടത്തിയില്ല എന്നും പോലീസിന്റെ നീക്കത്തിൽ വിശ്വാസമില്ലെന്നും യദു പറഞ്ഞു. തന്റെ മൊഴിയെടുക്കുന്നതിനേക്കാൾ പോലീസ് പ്രാധാന്യം നൽകിയത് മേയർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വരുത്തി തീർക്കാനായിരുന്നുവെന്നും യദു വിമർശിച്ചു. മൊഴി കൊടുത്ത് അവരെന്നെ മാക്സിമം കൺഫ്യൂഷൻ ചെയ്യാൻ നോക്കി. എന്നിട്ട് അവർ അവസാനം വന്നെത്തി നിൽക്കുന്നത് അവസാനത്തെ ലൈനെന്ന് വെച്ചാൽ ഞാൻ മൊബൈലിൽ സംസാരിച്ചു, 1 മണിക്കൂറോളം മൊബൈലിൽ സംസാരിച്ചു. അതും എൻ്റെ വേറൊരു നമ്പർ, അതിലോട്ടാണ് കോള് പോയത്. അതാരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര എന്താണെന്ന് വെച്ചാൽ എന്നെ കുഴപ്പിക്കുക, ഞാൻ തെറ്റുകാരനെന്നുള്ള രീതിയിലാക്കുക. അവർക്ക് മൊഴിയെടുക്കുന്നതിനെക്കാട്ടി അർജൻറ്റായിരുന്നു. അത് മാഡത്തിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്ന് വരുത്തുക എന്നായിരുന്നു എനിക്ക് തോന്നിയത്. അത് സത്യസന്ധമായിട്ടുള്ള മൊഴിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. മൊഴിയെടുപ്പ് കറക്റ്റായിട്ടുള്ള കോടതിയിൽ ആ ഫയൽ ചെയ്തിരിക്കുന്ന ആ പോലെയല്ല ചോദിക്കുന്നതും അവർ പറയുന്നത് വേറെ രീതിയിലൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് എൻ്റെ വായിൽ നിന്ന് വേറെ രീതിയിൽ വന്ന് ആ മൊഴി രേഖപ്പെടുത്താനാണ്. ആ സത്യസന്ധമായിട്ടുള്ള മൊഴികളല്ല. ഞാൻ ഡിമ്മും ബ്രൈറ്റും ഇട്ട് കാണിച്ചു, ഹോൺ അടിച്ചു എന്നൊക്കെ അത് വ്യക്തമായിട്ട് എഴുതി വയ്ക്കുന്നുണ്ട്. അവർ ഡിമ്മും ബ്രൈറ്റും എൻ്റെ ബാക്കിൽ നിന്ന് വന്ന് ഹോൺ അടിച്ച് ഇറിറ്റേറ്റ് ചെയ്യണം, അത് എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല. അവരിപ്പം വലിയ ഒരു മേയറല്ലേ, അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും എല്ലാം. പോലീസിൻ്റെ ഇടപെടൽ എനിക്ക് നീതിയായിട്ട് തോന്നുന്നില്ല. ഉയർന്ന ആൾക്കാർക്ക് നിയമം അവർക്ക് ആനുകൂല്യം കൊടുക്കുന്ന പോലെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇത് കോടതി വഴി തന്നെയാണ് മുന്നോട്ട് ഞാൻ പോവുള്ളൂ. പോലീസിന് എനിക്ക് ഒരു വിശ്വാസമില്ല, കോടതിയെ എനിക്ക് വിശ്വാസമുള്ളൂ. സുനിഷ അയലൂർ വിശദാംശങ്ങളുമായി. സുനിഷ, യദു എന്തൊക്കെയാണ് പറയുന്നത്? നികേഷ്, കഴിഞ്ഞ ദിവസമായിരുന്നു കന്റോൺമെന്റ് പോലീസിന് മൊഴി നൽകാനായി യദു എത്തുന്നത്. പക്ഷേ ഇപ്പോൾ മൊഴി നൽകിയതിനു ശേഷവും പോലീസിന്റെ നടപടിയിൽ വിശ്വാസമില്ല, മുന്നോട്ടുപോക്കിൽ വിശ്വാസമില്ല എന്നതാണ് ഡ്രൈവർ യദു പ്രധാനമായും പറയുന്നത്. കുറെ സമയം ഈ വിശദാംശങ്ങൾ ചോദിച്ചിരുന്നു കാര്യത്തിന്റെ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും മേയറെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നത് എന്നതാണ് യദു ആരോപണമായി ഉന്നയിക്കുന്നത്. ഈ പലപ്പോഴും ഈ വിഷയം പറയുമ്പോൾ പോലും ഈ പറയുന്നത് പോലെ യദു ഈ ഫോണിൽ സംസാരിച്ചല്ലോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ, നേരത്തെ ഇതുപോലുള്ള കേസുകൾ ഉണ്ടായിരുന്നല്ലോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ആവർത്തിച്ചു പറയുന്നത്. തന്നെ കുഴപ്പിക്കുന്ന രീതിയിൽ പല ചോദ്യങ്ങളും ചോദിച്ച് മറിച്ചും തിരിച്ചുമിട്ട് തന്നെ കുഴപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് യദു പ്രധാനമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ പോലീസിനെതിരെ യദുവിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. കന്റോൺമെന്റ് പോലീസും സിറ്റി പോലീസ് കമ്മീഷണർക്ക് അടക്കം പരാതി നൽകിയെങ്കിൽ പോലും കേസെടുക്കാൻ തയ്യാറാകാത്തത് മേയറുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നതായിരുന്നു യദു പറഞ്ഞത്. അതിന് പിന്നാലെയാണ് കോടതിയെ സമീപിക്കുന്നതും കോടതിയുടെ നിർദ്ദേശപ്രകാരം കന്റോൺമെന്റ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. ഏതായാലും FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തെങ്കിൽ പോലും മേയർക്കെതിരെ കർശനമായ നടപടികളൊന്നും തന്നെ എടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ മേയറെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് യദു ആവർത്തിച്ച് ആരോപിക്കുന്നത്. സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.